മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റിയിട്ടുണ്ട്. കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. 20 മണിക്കൂറിലധികമാണ് ആന കിണറ്റിൽ കുടുങ്ങിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? നിരീക്ഷണം തുടരുന്ന കാര്യത്തിലടക്കം. രജിത്ത്, ഊർങ്ങാട്ടിരിയെ സംബന്ധിച്ച് ഇത് ആശ്വാസത്തിന്റെ മണിക്കൂറുകളാണ്. 20 മണിക്കൂറിന് ശേഷം കാട്ടാനയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ അയക്കാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ RRT സംഘം ഈ പ്രദേശത്തേക്ക്, അതായത് കാട്ടിലേക്ക് പോവുകയും ആന കാട്ടിനകത്തേക്ക് എത്തി എന്ന് ഉറപ്പിച്ചാണ് അവർ തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നത്. ഒരു 7:15 കൂടിയാണ് ആനയെ ഈ കിണറിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രക്ഷാ ദൗത്യത്തിന് തുടക്കമിട്ടത്. എന്നാൽ 7:15 ആരംഭിച്ചു എന്നുണ്ടെങ്കിലും ഒരു ചാല് വെട്ടി ഈ കിണറിലെ മണ്ണിടിച്ച് ആനയെ പുറത്തെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അത് എളുപ്പത്തിൽ കഴിയുമെന്നാണ് വനം പാലകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ പോലും അത് 3 മണിക്കൂർ നീണ്ടു നിന്നു. കാരണം ആനയ്ക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, അതിനൊരു ഊന്നൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി, ഒരു ആശങ്ക സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 9:15 ശേഷം ആന പുറത്തേക്ക് വരികയും അതിന്റെ സർവ്വ ഊർജ്ജവും എടുത്ത് അത് പുറത്തേക്ക് വരികയും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. പ്രദേശത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിരുന്നു. വെളിച്ചമൊക്കെ അണച്ച് എല്ലാവരും വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ കുങ്കിയാനകളെ എത്തിച്ച് ഈ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, ഒപ്പം തന്നെ ഒരു മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കുക. ഇതായിരിക്കും നാളത്തെ പ്രധാനമായിട്ടുള്ള വനംവകുപ്പിന്റെ ഒരു കാര്യം. ഒപ്പം തന്നെ ഈ കൃഷിനാശം ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ യോഗം കലക്ടറേറ്റിൽ നാളെ ചേരുകയും ചെയ്യും. ഈ കിണർ ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ആ നഷ്ടപരിഹാര തുകയായി നൽകുന്നതിന്റെ നടപടികളും നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ആനയെ ഈ കാട്ടിൽ തന്നെ വിടാൻ നാട്ടുകാർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് വീണ ആന ഇതുവരെ ഈ 9 മണിവരെയും വെള്ളത്തിൽ തന്നെ നിന്നതിന്റെ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി നാളത്തെ പരിശോധനയിൽ വരും. റിജിത്ത്, ശരി, JCB ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്, ആനയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ആന കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പിന്റെ സംഘം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നാളെ ഇവിടെ നിരീക്ഷണം തുടരും. കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ട് നിരീക്ഷണം തുടരുക. അതിനുശേഷം തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് അനുയോജ്യമായി സാഹചര്യം പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം. ഉറുങ്ങാട്ടിരിയിൽ നിന്ന് വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.